പയ്യന്നൂരിൽ സംഘർഷ സാധ്യതയേറുന്നു. കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധ റാലിയിൽ പരോൾ ചട്ടം ലംഘിച്ച് പ്രതി പങ്കെടുത്തു. പയ്യന്നൂരിൽ പി ജയരാജനെ മത്സരിപ്പിക്കാൻ നീക്കം. വിശദീകരണ യോഗങ്ങളുമായി പയ്യന്നൂരിൽ CPM നേതാക്കൾ സജീവമാകുന്നു. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി ആരോപണമുന്നയിച്ച വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും നിയമസഭയിലും വിഷയമായി. പയ്യന്നൂരിലെ CPM നേതാവും MLAയുമായ TI മധുസൂദനനെതിരെയുള്ള ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണവും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയുള്ള CPM ആക്രമണവും ചർച്ച ചെയ്യണമെന്ന അടിയന്തര പ്രമേയ നോട്ടീസ് പ്രതിപക്ഷം മുന്നോട്ടുവച്ചു. എന്നാൽ അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയമെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ ആവശ്യം തള്ളി. പയ്യന്നൂരിലെ ഫണ്ട് തിരിമറി ആരോപണങ്ങളിൽ ഉറച്ചുനിന്ന മുതിർന്ന നേതാവ് വി കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കിയതോടെ മേഖലയിൽ സംഘർഷ സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യങ്ങൾ പൊതുമധ്യത്തിൽ ചർച്ചയാക്കുന്നവർ എത്ര മുതിർന്നവരായാലും വെച്ചു പൊറുപ്പിക്കില്ലെന്ന നിലപാടിലാണ് നേതൃത്വം. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർട്ടി നടത്തിയ അന്വേഷണവും തീരുമാനവും അന്തിമമാണെന്നും അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് പുറത്തു പോകേണ്ടി വരുമെന്നുമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം വ്യക്തമാക്കുന്നത്. പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈയായി കുഞ്ഞികൃഷ്ണൻ മാറിയെന്നും വ്യക്തിപരമായ പക തീർക്കാൻ നുണപ്രചാരണം നടത്തുകയാണെന്നുമാണ് ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വ്യക്തമാക്കിയത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പാർട്ടിയെ തകർക്കാനാണ് കുഞ്ഞികൃഷ്ണൻ ശ്രമിച്ചതെന്നും നേതൃത്വം വിലയിരുത്തുന്നു. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള നേതാവിനെതിരെ പോലും വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുത്തത് താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കുള്ള താക്കീത് കൂടിയാണ്. അതേസമയം കണ്ണൂരിലെ PJ ഫാൻസ് വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല. P ജയരാജനും മൗനത്തിലാണ്. ഈ സാഹചര്യത്തിൽ P ജയരാജന് നിയമസഭാ സീറ്റ് നൽകുമെന്നും സൂചനയുണ്ട്. പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയ വിഭാഗീയത പടരുന്ന പയ്യന്നൂരിൽ PJയെ മത്സരിപ്പിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പാർട്ടിക്കുള്ളിൽ പരിഹരിക്കപ്പെടാത്ത നീതികേടുകൾക്കെതിരെയാണ് താൻ ശബ്ദമുയർത്തിയതെന്ന കുഞ്ഞികൃഷ്ണന്റെ വാദത്തിന് അച്ചടക്കത്തിന്റെ ചട്ടക്കൂടിൽ CPM വില നൽകുന്നില്ല. പരാതി ഉന്നയിച്ച ആളെ പുറത്താക്കുകയും ആരോപണ വിധേയനായ MLAയെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ പാർട്ടി സംവിധാനത്തിന് മുകളിൽ ആരും വളരേണ്ടതില്ലെന്ന സന്ദേശമാണ് CPM ഇതിലൂടെ ഊട്ടിയുറപ്പിക്കുന്നത്. ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ പാർട്ടി ഇനി ഇത്തരം കാര്യങ്ങളിൽ പരസ്യമായ ചർച്ചകൾക്ക് ഇടമില്ലെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് അറിയിച്ചു. തിങ്കളാഴ്ച ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. കുഞ്ഞികൃഷ്ണൻ പാർട്ടി ശത്രുക്കളുടെ കോടാലിയായി മാറിയെന്നും പ്രചരിപ്പിച്ചത് നുണകളെന്നും KK രാഗേഷ് പറഞ്ഞു. പാർട്ടി തീരുമാനമെടുത്ത കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ആരോപിക്കുന്നത്. പാർട്ടിക്കകത്തു നിന്ന് പാർട്ടിയെ വഞ്ചിച്ച് വാർത്തകൾ ചോർത്തി. ഇപ്പോൾ പറയുന്നതിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. തിരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. മധുസൂദനനോടുള്ള പകയാണ് ആരോപണത്തിന് പിന്നിലെന്നും രാഗേഷ് വ്യക്തമാക്കി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കിൽ ലക്ഷങ്ങളുടെ തിരിമറി നടന്നു. 2016 ജൂലൈ 11 കൊല്ലപ്പെട്ട ധനരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ട് ചെലവഴിക്കുന്നതിലും വരവ് കാണിക്കുന്നതിലും കൃത്രിമം കാണിച്ചെന്നടക്കമുള്ള ആരോപണങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. പാർട്ടിയിൽ പലതവണ പറഞ്ഞിട്ടും നടപടി സ്വീകരിക്കാത്തതിനാലാണ് പരസ്യമായി താൻ പറയാൻ തയ്യാറായതെന്നാണ് കുഞ്ഞികൃഷ്ണൻ പറയുന്നത്. പ്രതീക്ഷിച്ച നടപടിയാണെന്നും മറ്റൊരു പാർട്ടിയിലേക്കും പോകാനില്ലെന്നും വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. അതേസമയം പയ്യന്നൂരിൽ സംഘർഷം പുകയുകയാണ്. കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ച് രംഗത്ത് വന്ന പ്രവർത്തകനായ പ്രസന്നന്റെ ബൈക്ക് അർദ്ധരാത്രിയിൽ കത്തിച്ചിരുന്നു. വിമത സ്വരങ്ങളെ അടിച്ചമർത്തുന്ന പതിവ് ശൈലി പയ്യന്നൂരിലും ആവർത്തിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന്റെ ആരോപണ വിഷയത്തിൽ വിശദീകരണ യോഗം വിളിക്കാനും പാർട്ടി തീരുമാനിച്ചു. കുഞ്ഞികൃഷ്ണൻ UDF പാളയത്തിലെത്തുമെന്നും ഇപ്പോഴത്തെ വിവാദം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും വിശദീകരിക്കാൻ CPM നേതാക്കൾ പയ്യന്നൂരിൽ സജീവമാകും. എന്നാൽ താൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാനില്ലെന്നാണ് കുഞ്ഞികൃഷ്ണന്റെ പ്രതികരണം. കുഞ്ഞികൃഷ്ണനെതിരായ CPM പ്രതിഷേധ പരിപാടിയിൽ പോലീസിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM കൗൺസിലർ VK നിഷാദ് പരോൾ ചട്ടം ലംഘിച്ച് പങ്കെടുത്തതും ഇപ്പോൾ വലിയ ചർച്ചയാണ്. ഈ പരിപാടിയിൽ TI മധുസൂദനൻ MLAയും പങ്കെടുത്തുവെന്നത് വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു.